ബഹുമാന്യരായ സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, അല്പസമയം മാത്രം നിങ്ങളുടെ സമീപത്ത് നിന്നുകൊണ്ട് വിശുദ്ധ ബൈബിളിലെ ചില വാക്യങ്ങൾ പറയുമ്പോൾ അതിനു മുൻപായി മനുഷ്യൻ സ്വയം നശിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അല്പസമയം പറയട്ടെ. ഇന്ന് നമ്മുടെ കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ വ്യാപനം വളരെ ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഇതിന് കാരണം മയക്കുമരുന്ന് ആരും ഉപയോഗിക്കരുത് എന്നുള്ളത് തന്നെയാണ് നിയമാനുസൃതം ഉള്ള അറിയിപ്പ്. അപ്പോൾ മയക്കുമരുന്ന് നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ചെന്നാൽ പിന്നീട് അതിൽ നിന്ന് നമുക്ക് മുക്തി പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ മയക്കുമരുന്ന് നമുക്ക് വെറുതെ ആരെങ്കിലും തരാമെന്ന് പറഞ്ഞെന്നാൽ പോലും നമ്മളത് വാങ്ങിക്കരുത്, ഉപയോഗിക്കരുത്. കാരണം ഒരിക്കൽ നാം അത് ഉപയോഗിച്ചെന്നാൽ അതിൻ്റെ ആ പിടിയിൽ നിന്ന് നമുക്ക് പിന്നീട് ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ആയതിനാൽ യാതൊരു കാരണവശാലും മയക്കുമരുന്ന് ഉപയോഗിക്കരുത്. നിങ്ങളുടെ അറിവിൽ മയക്കുമരുന്ന് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ മയക്കുമരുന്ന് സമൂഹത്തിൽ വിൽപ്പന നടത്തുന്ന ആൾക്കാരെ നിയമത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മളുടെ രാജ്യത്തോടും നമ്മളുടെ ദേശത്തോടും നമ്മളുടെ സമൂഹത്തോടും നമ്മളുടെ സുഹൃത്തുക്കളോടുമൊക്കെ നല്ല പ്രവൃത്തി ചെയ്യുന്നവരായി തീരുന്നത്. ആയതിനാൽ മയക്കുമരുന്ന് ആരും ഉപയോഗിക്കരുത് എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം മനുഷ്യൻ നാശത്തിലേക്ക് പോകുവാനുള്ള അനേക വഴികളുണ്ട്. എന്നാൽ നന്മയിലേക്ക് മനുഷ്യൻ വരുവാനുള്ള വഴി വളരെ വിശാലമായതൊന്നുമല്ല, വളരെ ഇടുങ്ങിയതാണ്. ആ വഴിയിൽ കൂടി നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രതികൂലങ്ങളും അതുപോലെ തന്നെ നാം ഇവിടെ തീർന്നു പോകും, അല്ലെങ്കിൽ നമ്മളിവിടെ അവസാനിച്ചു പോകും എന്ന് വഴി നമുക്ക് തോന്നാം. എന്നാൽ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ, ദൈവം നമ്മെ അതിൽ നിന്ന് രക്ഷിക്കും, ദൈവം നമ്മെ അതിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. പറഞ്ഞതിൻ്റെ സാരം, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ വെളിച്ചത്തിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ ഒരു കാര്യം ബോധ്യമാകും. അവൻ നശിച്ചു പോകുന്ന ഇപ്രകാരമുള്ള കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിക്കുന്നതായ പാപം. ആ പാപം ഓരോ മനുഷ്യനും ബോധ്യമാകുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ വെളിച്ചത്തിലാണ്. കാരണം ദൈവം വിശുദ്ധനുമാണ്. ആ വിശുദ്ധിയുടെ വെളിച്ചം നമുക്ക് ഉദിക്കണമെങ്കിൽ, നാം അത് അനുഭവിക്കണമെങ്കിൽ, നമുക്ക് ദോഷമായിട്ടുള്ള കാര്യങ്ങൾ നാം ചെയ്യാതിരിക്കണമെങ്കിൽ തീർച്ചയായും നാം ദൈവത്തിൽ ആശ്രയിക്കുക തന്നെ ചെയ്യണം എന്ന് വിശുദ്ധ ബൈബിൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആയതിനാൽ അതിനുവേണ്ടിയാണ് ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. കാരണം ഒരു മനുഷ്യനും ദൈവത്തെ വെളിപ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവമാണ്, ഞാൻ ദൈവമാണ് എന്ന് സകല മനുഷ്യനും വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ നോക്കുമ്പോൾ
നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല. കാരണം ദൈവത്തെ ഒരിക്കലും ഒരു നാളും ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ദൈവത്തെ നാം ദർശിക്കുന്നത് ഒന്നാമതായി നമ്മുടെ വിശ്വാസത്തിൽ കൂടിയാണ്. രണ്ടാമതായി ദൈവത്തിൻ്റെ സൃഷ്ടികൾ എന്തൊക്കെയാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അവിടെ നാം ദൈവത്തെ കാണുകയാണ്, ദൈവത്തെ ദർശിക്കുകയാണ്. അപ്പോൾ അപ്രകാരം നമ്മൾ നല്ലവരായി തന്നെയാണ് ജീവിക്കുന്നത് എങ്കിലും പലപ്പോഴും നാം ഇടറിപ്പോകുകയും നമ്മളെപ്പോലെ ഇരിക്കുന്ന മറ്റൊരാളിന് ദോഷം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായി തീരുന്നത് മനുഷ്യനിലുള്ള പാപം നിമിത്തമാണ്. ആ പാപത്തെ മനുഷ്യൻ തിരിച്ചറിയണമെങ്കിൽ ഇത് മാത്രമേ വഴിയുള്ളൂ. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ വെളിച്ചത്തിൽ മനുഷ്യൻ നിൽക്കണം. യഥാർത്ഥമായത് നമുക്ക് തിരിച്ചറിയുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം നമുക്ക് അത്യാവശ്യമാണ്. അതിനാണ് ഇപ്രകാരം തിരുവചനത്തിൽ പറയുന്ന ചില കാര്യങ്ങളെ ഞാൻ നിങ്ങളുടെ മുൻപിൽ ബോധ്യപ്പെടുത്തുകയാണ്. ദൈവപുത്രൻ എന്നതുപോലെ മനുഷ്യപുത്രനും ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി ദൈവശാസ്ത്രത്തിൽ പ്രയോഗിക്കുന്ന പേരാണ്. ഇപ്പോൾ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി അനേക കാര്യങ്ങൾ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരുടെ പ്രതിനിധിയായി അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രതിനിധി എന്ന പേരിൽ ക്രിസ്തു മനുഷ്യപുത്രനാണ്, ഒടുക്കത്തെ ആദാമുമാണ്. കാരണം മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഇവിടെ മനുഷ്യരെ സഹായിക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനും വേണ്ടിയാണ്. അവരൊരു ആപത്തിനും പെട്ട് അവരൊരിക്കലും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി അവരെ പുതിയ വഴി, ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആ പുതുവഴിയിൽ കൂടി അവർ മുൻപോട്ട് നടക്കുകയും ജീവിക്കുകയും അതിൽ കൂടി ദൈവത്തെ അറിയുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവം മനുഷ്യന് നൽകുവാൻ വെച്ചിരിക്കുന്നതായ സകലവിധ നന്മകളും അനുഗ്രഹങ്ങളും അവൻ തലമുറയായി അനുഭവിക്കുവാനും വേണ്ടിയാണ്. അതെന്താണ് എന്ന് പഠിപ്പിക്കുവാനും കാണിക്കുവാനും വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്. അതാണ് ഇവിടെ പറയുന്നത്, മനുഷ്യരുടെ പ്രതിനിധി എന്ന പേരിൽ ക്രിസ്തു മനുഷ്യപുത്രനാണ്, ഒടുക്കത്തെ ആദാമോ. കാരണം ബൈബിൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ആദ്യം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ആ മനുഷ്യൻ്റെ പേര് ആദാമെന്നായിരുന്നു. ആദാം ചെയ്ത പാപം സകല മനുഷ്യർക്കും എന്നും നിത്യമരണവും മനുഷ്യരെ നിത്യമരണത്തിന് യോഗ്യരാക്കുകയും ചെയ്തു. അതിൽ നിന്ന് മനുഷ്യന് തിരിച്ചു വരുവാനോ സ്വയം അതിൽ നിന്ന് മുക്തി പ്രാപിക്കുവാനോ കഴിയുകയില്ല എന്ന് ദൈവം അറിഞ്ഞതുകൊണ്ടാണ് വിശുദ്ധനായ ദൈവം തൻ്റെ പ്രകാശത്തെ ഭൂമിയിലേക്ക് അയക്കുന്നതും ആ ദൈവം നൽകുന്ന പ്രകാശത്തിൽ കൂടി മനുഷ്യൻ ജീവിക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരമാണ്: ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി എന്ന് പറയുമ്പോൾ ആദ്യത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ മനുഷ്യനായ ആദാം പാപം ചെയ്തപ്പോൾ ഒടുവിലത്തെ ആദാമായ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി 2 കള്ളന്മാരുടെ മധ്യത്തിൽ കാൽവരിയിൽ ക്രൂശിക്കപ്പെടുകയും ചെയ്തു. മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോകുമ്പോൾ ഞാൻ വീണ്ടും വരുമെന്നും എന്നിൽ വിശ്വസിച്ച് മരിച്ചവരെയും എന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്തുകൊണ്ട് പോകുവാനാണ് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഇനിയും ഇവിടെ ഒരു ശുദ്ധീകരണമില്ല. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ കൂടി ആ ശുദ്ധീകരണയാഗം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി കർത്താവ് വരുന്നത് തന്നെ വിശ്വസിച്ച് ജീവിച്ചവരെയും മരിച്ചവരെയും ചേർത്ത് കൊണ്ടുപോകുവാനാണ് എന്ന് ഇവിടെ കാണുവാൻ കഴിയും. മനുഷ്യപുത്രൻ കർത്താവിൻ്റെ വർഗനാമവും ദാവീദുപുത്രൻ യഹൂദ്യ നാമവും ദൈവപുത്രൻ ദൈവിക നാമവുമാണ് എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്.
യഹൂദിയ പരിമിതികളെ ലംഘിച്ച് മനുഷ്യവർഗത്തിന് മുഴുവൻ രക്ഷ പ്രദാനം ചെയ്യുന്നതിനായാണ് മനുഷ്യപുത്രൻ എന്ന പേര് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യവർഗത്തിന് മുഴുവൻ രക്ഷിക്കുവാൻ, അപ്പോൾ രക്ഷിക്കുക എന്ന് പറയുന്നത് മനുഷ്യവർഗം മുഴുവൻ ആപത്തിലും അപകടത്തിലും ആയിരിക്കുന്നു എന്നുള്ളത് ദൈവം തിരിച്ചറിഞ്ഞതിനാലാണ് അവരെ രക്ഷിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ആത്മാവ് നിത്യതയിൽ ദൈവത്തോടു കൂടെ വസിക്കണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഹൃദയത്തിൽ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് പ്രിയമുള്ളവരെ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. അവനിലുള്ള പഴയ മനുഷ്യൻ, പാപം നിറഞ്ഞവനായ മനുഷ്യൻ, അവൻ മരിച്ചു പോകുകയും ക്രിസ്തുവിനെ പോലെ തന്നെ പരിശുദ്ധിയും ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് അവൻ വീണ്ടും ജനിച്ച് വരുന്നത്. അതിനുവേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ യാഗമായി തീർന്നത്. നമ്മളും യേശുവിൽ വിശ്വസിക്കുകയും യേശു നമുക്കായി തുറന്നിരിക്കുന്ന പുതിയ വഴിയിൽ കൂടി നാം ജീവിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യണമെന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഇത് പറയട്ടെ, ക്രിസ്തുവിനെ ഇസ്രായേലിൻ്റെ രാജാവായി സ്ഥാനം അവകാശപ്പെടുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ നമ്മൾ ആ കർത്താവിനെ എതിരേൽക്കുവാൻ യേശു കർത്താവിനോട് കൂടെ നാമും മധ്യാകാശത്തിൽ നിത്യതയിൽ എത്തിച്ചേരുവാൻ ഒരുങ്ങിയിരിക്കണമേ. എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ഡിസ്റ്റൻസുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വാഹനങ്ങൾ ഓടിക്കുന്നവരെയൊക്കെയും ദൈവം ധാരാളമായി സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ